തലൈവർ 173 രജനീകാന്തിന്റെ 173ാമത്തെ സിനിമയുടെ അനൗൺസ്മെന്റ് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നാളുകളായിട്ട് ചർച്ചകളുണ്ട്. കാരണം രജനീകാന്തിന്റെ 173ാമത്തെ സിനിമ നിർമ്മിക്കുന്നത് രാജ് കമൽ ഫിലിംസ്, കമൽഹാസന്റെ നിർമ്മാണ കമ്പനി നിർമ്മിക്കുന്നു. 40 വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും രജനീകാന്തും ഒരുമിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, രണ്ടുപേരും തമിഴ് സിനിമയിലെ രണ്ട് പില്ലേഴ്സ് ആണ്. നമ്മൾ ഇവിടെ മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് രജനി, കമൽ. രണ്ടുപേരും രണ്ട് രീതിയിലുള്ള അഭിനയവും രണ്ട് രീതിയിലുള്ള സ്റ്റാർഡും ഉള്ളവരാണ്. ഇവർ രണ്ടുപേരും പണ്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കമൽഹാസൻ നായകനായ സിനിമകളിൽ രജനീകാന്ത് വില്ലനായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇവർ അഭിനയിച്ചു. പിന്നീട് രണ്ടുപേർക്കും രണ്ടുപേരുടേതായ രീതിയിൽ വഴിയിൽ പോകണം എന്നുള്ളത് പരസ്പരം മനസ്സിലാക്കി അവർ പിന്നീട് സോളോ ഹീറോ എന്നുള്ള ട്രാക്കിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇവർ ഒന്നിക്കുന്നത് ആരാധകർക്കൊക്കെ വലിയൊരു ന്യൂസ് ആയിരുന്നു. കാരണം കമൽഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയിൽ രജനീകാന്ത് അഭിനയിക്കുന്നത്, സംവിധാനം ചെയ്യുന്നത് ആരായിരിക്കും എന്നുള്ള ഒരു ചർച്ചകളൊക്കെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പണ്ട് കേട്ടിരുന്നു. എന്നിട്ട് അവസാനം അത് ഒരു തീരുമാനം എത്തിയത് സുന്ദർ സിയിലേക്കാണ്. അപ്പൊ സുന്ദർ സി എന്ന് പറയുന്ന സംവിധായകൻ പണ്ട് രജനീകാന്തിനെ വെച്ചിട്ട് അരുണാചലം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സംവിധായകനായിരുന്നു. അന്ന് അരുണാചലം വലിയൊരു ഹിറ്റായിരുന്നു. രജനി ഫാൻസിന് ഒരു വിരുന്ന് തന്നെയായിരുന്നു. ആ ഒരു സുന്ദർ സി വീണ്ടും രജനീകാന്തിനെ വെച്ച് സിനിമ ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരുന്നിരുന്നതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ, അതായത് സിനിമയുടെ അനൗൺസ്മെന്റും വന്ന് ഇവരൊരു ലോഞ്ച് ചടങ്ങ് വരെ നടത്തിയതാണ്. ഈ പറയുന്ന സുന്ദർ സിയും രജനീകാന്തും കമൽഹാസനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ലോഞ്ച് ചടങ്ങ് വരെ നടത്തിയിട്ട് അത് മുടങ്ങിപ്പോയതാണ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് അറിയില്ല. കാരണം പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എന്റെ ചർച്ചകളുണ്ടായിരുന്നു. അതിലൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സുന്ദർ സി ഇപ്പൊ അടുത്ത് ചെയ്യുന്ന സുന്ദർ സിയുടെ സിനിമകൾ എന്ന് പറയുന്നത് പല വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സിനിമകളാണ്. പക്ഷെ അത് ഹിറ്റുകളുമാണ്. നമുക്കറിയാം, അരൺമനെ സീരീസ് പോലത്തെ ഉള്ള സിനിമകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ കലകലപ്പ് എന്ന് പറയുന്നത്, പിന്നെ മതഗജരാജ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഫൺ മൂഡിലുള്ള സിനിമകൾ, അങ്ങനെ ഭയങ്കര കലാമൂല്യമുള്ളതും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഭയങ്കര സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സിനിമകളൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമകളാണ്. അതിന് അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ട്. പക്ഷെ സുന്ദർ സി രജനീകാന്ത് സിനിമ എന്ന് പറയുമ്പോൾ അത് എവിടേക്കോ പല രീതിയിലുള്ള ട്രോളുകൾ വന്നു. രജനീകാന്തിനെയും സുന്ദർ സീനെ, പ്രത്യേകിച്ച് സുന്ദർ സീനെ വളരെയധികം പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ട്രോളുകൾ വന്നതുകൊണ്ട് തന്നെയാണ് സുന്ദർ സി ആ സിനിമയിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞത്. കാരണം സുന്ദർ സി അന്നൊരു പോസ്റ്റ് ഇട്ടു, ഞാൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയാണ്, ഡ്യൂ ടു സം റീസൺസ് ഞാൻ പിന്മാറുകയാണ്, പക്ഷെ എനിക്ക് എല്ലാ റെസ്പെക്റ്റും അവരോടുണ്ട്, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. അപ്പോൾ സുന്ദർ സി രജനീകാന്ത് കോംബോ കാണാൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അതൊരു ദുഃഖമായിരുന്നു. എന്നാൽ ചില ആളുകൾക്ക് അതൊരു സന്തോഷമായിരുന്നു. പിന്നെ ആരാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നുള്ള ഒരു ചർച്ച നടന്നിരുന്നു. അതിൽ പല പേരുകളുണ്ടായിരുന്നു. അതിലൊന്ന് ധനുഷ് തന്നെയാണ് ആ ഒരു സിനിമ സംവിധാനം ചെയ്യാം. അതായത് രജനീകാന്തിന്റെ മരുമകനായിരുന്നു. ഇപ്പൊ നമുക്ക് മരുമകൻ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു അവര് സെപ്പറേറ്റഡ് ആണ്. രജനീകാന്തിന്റെ മകളും ഐശ്വര്യയും ധനുഷും സെപ്പറേറ്റഡ് ആണ്. അവർ ഒഫീഷ്യലി ഡിവോഴ്സ് ആയി എന്ന് തോന്നുന്നു. എന്തായാലും ധനുഷും രജനീകാന്തും അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഒരുമിക്കും. നമുക്കറിയാം, ധനുഷ് ഇപ്പോൾ സംവിധാനത്തിലും തിളങ്ങുന്നതാണ്, നായകനായിട്ടും സംവിധായകനായിട്ടും ഒക്കെ തിളങ്ങുന്ന ഒരു കലാകാരനാണ്. അപ്പൊ ധനുഷ് സംവിധാനം ചെയ്യുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു. കാർത്തിക് സുബ്ബരാജിന്റെ പേര് കേട്ടിരുന്നു. പിന്നെ വെട്രിമാരന്റെ പേരുകൾ കേട്ടത്. അപ്പൊ പല രീതിയിൽ പല പേരുകൾ കേട്ടിരുന്നു. പക്ഷെ ഇപ്പൊ അവസാനം ഫൈനലായിട്ട് വന്ന് എത്തി നിൽക്കുന്നത് സിബി ചക്രവർത്തി എന്ന് പറയുന്ന യുവ സംവിധായകനിലേക്കാണ്. സിബി ചക്രവർത്തി എന്ന് പറയുന്ന സംവിധായകൻ അത്ര ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. അദ്ദേഹം ആറ്റ്ലി എന്ന് പറയുന്ന ഡയറക്ടറുടെ അസിസ്റ്റന്റ് ആയിരുന്നു. മെർസലിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അസോസിയേറ്റ് ആയിട്ട്. പിന്നീട് ഡോൺ എന്ന് പറയുന്ന ശിവകാർത്തികന്റെ സിനിമയിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായത്. അപ്പൊ അന്ന് ശരിക്കും ആക്ച്വലി അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ഒക്കെ മുമ്പ് ചെയ്തിരുന്നു. പിന്നീട് അത് വിജയിനെ കാണിച്ചു. വിജയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ വിജയനായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഒന്നും അദ്ദേഹത്തിന് ഓണാക്കാൻ പറ്റിയില്ല. പക്ഷെ വിജയ് വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്യാൻ വെച്ചിരുന്ന ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് കേട്ട് അതൊരു ഫുൾ ഫ്ലെജ് സിനിമയാക്കാൻ എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അന്ന് ഉദയനിധി സ്റ്റാലിനെയാണ് ആലോചിച്ചിരുന്നത്. പക്ഷെ അതും വർക്കൗട്ട് ആവാതെ അവസാനം ശിവകാർത്തികിലേക്ക് എത്തിയത്. ഡോൺ എന്ന് പറയുന്ന ഒരു സിനിമ അത് മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു. തിയേറ്ററിക്കലി അന്ന് കളക്ട് ചെയ്ത സിനിമയാണ്. ശിവകാർത്തികന്റെ ഡോക്ടർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം റിലീസ് ചെയ്തൊരു സിനിമയായിരുന്നു ഡോൺ. അന്ന് നമുക്കറിയാം, അതിൽ എസ് ടി സൂര്യ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയങ്ക മോഹനായിരുന്നു അതില് നായികയായിട്ട് വന്നത്. തിയേറ്ററിൽ കളക്ട് ചെയ്ത സിനിമയാണ്, പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയ സിനിമയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അന്ന് മിക്സഡ് അഭിപ്രായവും ഇദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അന്ന് ക്രിട്ടിക്സ് ഒക്കെ ഒരുപാട് വിമർശിച്ചിരുന്നതാണ്. ആ ഒരു സംവിധായകനാണ് ഇപ്പോൾ രജനീകാന്ത് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചും ചർച്ച രണ്ട് രീതിയിൽ വരുന്നുണ്ട്. കാരണം വേറെ ഒരുപാട് സംവിധായകരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിബി ചക്രവർത്തിക്ക് ഡേറ്റ് കൊടുത്തത് എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം രജനീകാന്ത് ഒരു യുവ സംവിധായകന് ഡേറ്റ് കൊടുത്തതിൽ
അത് നല്ലതാണ് എന്ന് പറയുന്നതുകൊണ്ട്. ഈ സിബി ചക്രവർത്തിയെ കുറിച്ച് ഇപ്പൊ മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുന്ന ഇദ്ദേഹം ഈ ഇടയ്ക്ക്, അതായത് സുന്ദർ സി പിന്മാറിയ സമയത്ത് ഒരു ബ്രേക്ക് വന്നു, എനിക്ക് ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞു സുന്ദർ സി പിന്മാറി എന്ന് പറഞ്ഞ ന്യൂസ് വന്നിട്ട്. ഇതിനിടയ്ക്ക് അദ്ദേഹം ഒരു നല്ലൊരു സബ്ജക്ട് ഡെവലപ്പ് ചെയ്തു. അദ്ദേഹത്തിന്റെ ടീമും കൂടി ഇരുന്ന് വർക്ക് ചെയ്തിട്ട് രജനീകാന്തിനെയും കമലഹാസനെയും പോയി കണ്ടു, അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ഇത് ഓൺ ആയതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷനാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതും ഒരു വിഭാഗം പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ടീസറൊക്കെ ഇറങ്ങിയത് അനിരുദ്ധിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മ്യൂസിക് ആണ്. ഓഫ്കോഴ്സ് അനിരുദ്ധ് എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിന്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള സിനിമകളൊക്കെ അനിരുദ്ധിന്റെ ഒരു പങ്ക്, അതിന്റെ വിജയത്തിൽ അനിരുദ്ധിന്റെ ഒരു പങ്ക് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ജയിലർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സമയത്തൊക്കെ രജനീകാന്ത് പറഞ്ഞതായിരുന്നു, അതായത് സിനിമ കണ്ടു, വർക്ക് കഴിഞ്ഞപ്പോൾ പ്രൊഫഷൻ കഴിഞ്ഞിട്ട് ഒരു എബോവ് ആവറേജ് സിനിമയായിരുന്നു. പക്ഷെ അനിരുദ്ധിന്റെ ഒരു റീ റെക്കോർഡിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി കഴിഞ്ഞ ശേഷം ആ ഒരു സിനിമയെ അനിരുദ്ധ് എവിടെയോ കൊണ്ട് എത്തിച്ചു എന്നാണ്. അപ്പൊ രജനീകാന്ത് അനിരുദ്ധിനെ കൂടെ കൂട്ടി, എന്താ പറയുക, വിടാതെ തന്നെ കൂടെ കൂട്ടി നിർത്തുന്നുണ്ട്. ഇതിൽ എവരി ഫാമിലി ഹാസ് എ ഹീറോ, എവരി ഹീറോ ഹാസ് എ ഫാമിലി എന്നാണ് ഇതിന്റെ ഒരു ടൈറ്റിൽ തന്നെ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതായത് കുടുംബത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു നായകന്റെ കഥയാണ്. ഇതൊരു ഫോർമുല തന്നെയാണ് ശരിക്കും. ഈ ഒരു ഒറ്റ വരി എന്ന് പറയുന്നത് ഹിറ്റ് ഫോർമുലയാണ്. നമുക്ക് ജയിലർ സിനിമ എടുത്ത് നോക്കൂ, അതിലും കഥ ഇത് തന്നെയാണ്. കുടുംബത്തിന് വേണ്ടി ഇറങ്ങി പോരാടുന്ന ഒരു നായകന്റെ കഥയാണ്. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന അജിത്തിന്റെ സിനിമ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു നായകനാണ്. ഏതായാലും ഇപ്പൊ വിജയുടെ നമ്മുടെ വാരിസ് എന്ന് പറയുന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ, നമ്മളെ വിജയുടെ ലിയോ എന്ന സിനിമ എടുത്താലും എവിടേക്കോ നമ്മളൊരു ഫാമിലി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ തമിഴ് സിനിമയിലെ ഒരു ഓഡിയൻസിനെ അവരെ പിടിച്ചെടുത്താൻ നമുക്ക് ഈ പാസം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ ഓവർ പാസമാണ്, അല്ലെങ്കിൽ എന്താ പറയുക തങ്കച്ചി പാസം, തായ് പാസം എന്നൊക്കെ ഇവിടെ കളിയാക്കാറുണ്ട്. പക്ഷെ അവരുടെ ഒരു തമിഴന്മാരുടെ ഒരു എന്താ പറയുക, അവരുടെ ഓഡിയൻസിന്റെ ഒരു ഇമോഷൻ തന്നെയാണ്. ഷെയ്നികം തന്നെ ഈ ഇടയ്ക്ക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഷെയ്നികം തമിഴിൽ സിനിമ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പാസം കുറച്ച് വേണം. അത് മലയാളികളെ പോലെയല്ല, അവർക്ക് പാസം, ഈ പറഞ്ഞ പോലെ പാസം എലിമെന്റ് ഉള്ള സിനിമകളോട് പ്രത്യേക സ്നേഹമുള്ളതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം രജനീകാന്ത് സിബി ചക്രവർത്തിയുടെ സിനിമ കമ്മിറ്റ് ചെയ്തത്. പിന്നെ എന്തായാലും വിജയ് ഇപ്പൊ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയാണ്. സിനിമകൾ ഇനി വീണ്ടും ചെയ്യുക എന്നൊന്നും ഉറപ്പൊന്നുമില്ല. വിജയുടെ ജനനായകൻ എന്ന് പറയുന്ന അവസാനത്തെ സിനിമയാവും എന്ന് തന്നെയാണ് വിജയ് പറയുന്നത്. അപ്പുറത്ത് അജിത്ത് ആണെങ്കിൽ ഇപ്പോ റേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അജിത്ത് കഴിഞ്ഞ ഗുഡ് ബാഡ് അഗ്ലിക്ക് ശേഷം വേറൊരു സിനിമ ഇനിയിപ്പോ അജിത്ത് ചെയ്യുമോ എന്ന് അനൗൺസ്മെന്റ് പോലും വന്നിട്ടില്ല. അപ്പോ രജനീകാന്ത് അഭിനയം നിർത്താൻ പോവുകയാണ്. അദ്ദേഹം ഇനി എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷെ അദ്ദേഹം അടുത്ത് തന്നെ ഇപ്പൊ ജയിലർ 2 എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ, ഇത് പൊങ്കൽ 2027, അതായത് ജയിലർ 2026 റിലീസ് ആവുന്നു. ഈ വർഷം ഓഗസ്റ്റിലാണ് തോന്നുന്നത് ജയിലർ 2 റിലീസ് ആവാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 2027 ഈ പറയുന്ന ഇപ്പോ സിബി ചക്രവർത്തിയുടെ സിനിമ റിലീസ് ആവാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് ഒരു സിനിമയും കൂടി ചെയ്തിട്ട് രജനീകാന്ത് അഭിനയം നിർത്തും എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ രജനീകാന്തിന് ഒരു ശരിക്കും വലിയൊരു ഹിറ്റ് വേണം. ഇപ്പൊ ജയിലർ ഒരു ഹിറ്റ് ആണെങ്കിൽ കൂടി ജയിലറിന്റെ മുമ്പുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാലോ, അത് കഴിഞ്ഞ് കൂലി എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തു കഴിഞ്ഞാലോ ഒന്നും വിചാരിച്ച പോലെ ഇപ്പൊ കൂലി 500 കോടിയൊക്കെ കളക്ട് ചെയ്തെങ്കിൽ കൂടിയും അതിൽ പൂർണ്ണമായിട്ടും ആരാധകരെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയല്ല. ഇതിനു മുമ്പ് വേട്ടയൻ എന്ന് പറഞ്ഞ രജനീകാന്ത് സിനിമ ചെയ്തത് പരാജയമായിരുന്നു. അപ്പൊ കൂലി മൈൻഡ് നിർമ്മാതാക്കൾക്ക് 500 കോടിയിൽ എത്ര ഷെയർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ അവർക്ക് ലാഭമായോ എന്നൊന്നും നമുക്ക് ഒഫീഷ്യലി അറിയില്ല. പക്ഷെ എങ്കിൽ പോലും രജനീകാന്തിന് ഒരു വലിയൊരു ഹിറ്റ് ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ അഭിനയം അദ്ദേഹം നിർത്താൻ പോവുക എന്ന് പറയുന്നത് പണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോ ഭാഷയൊക്കെ കഴിഞ്ഞ സമയത്താണ് അദ്ദേഹം ഒരു അഭിനയത്തിൽ എന്താ പറയുക സെലക്റ്റീവ് ആവാൻ തുടങ്ങി. അതുവരെ വർഷം 2-3 സിനിമകൾ ചെയ്തിരുന്ന രജനീകാന്ത് ഭാഷ കഴിഞ്ഞപ്പോൾ 2 വർഷത്തിൽ ഒരു സിനിമ, അതായത് 95 ഭാഷ, 97 അരുണാചലം, 99 പടയപ്പ, അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് അദ്ദേഹം സിനിമകൾ ചെയ്യുന്നത്. എന്നിട്ട് ബാബ എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞിരുന്നത് ഇതെന്റെ ലാസ്റ്റ് സിനിമയായിരിക്കും എന്ന്. ഒഫീഷ്യലി അല്ല, ഒരു അൺഒഫീഷ്യലി അങ്ങനെ ഒരു ടോക്ക് അന്ന് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ബാബ എന്ന് വളരെയധികം എന്താ പറയുക പരാജയപ്പെട്ട സിനിമയായിരുന്നു. ബാബ പരാജയപ്പെട്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നത് ചന്ദ്രമുഖി എന്നുള്ള സിനിമയിലൂടെയാണ്. അത് കഴിഞ്ഞ് ശിവാജി എന്ന് പറയുന്ന സിനിമ അതിനെക്കാട്ടും വലിയ ഒരു ഹിറ്റായി. ഇത് കഴിഞ്ഞ് യന്ത്രൻ എന്ന സിനിമ അന്ന് വേറൊരു തരത്തിൽ, എന്താ പറയുക, നമ്മൾ പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ പോയ ഒരു സിനിമയാണ്. അപ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട മറ്റൊരു കമന്റ് ആണ്, യന്ത്രനോട് കൂടി രജനീകാന്ത് അന്ന് അഭിനയം നിർത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത് കണ്ട് രജനീകാന്തിന്റെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെയും സിനിമകൾ ചെയ്തു. അതിൽ ഒരുപാട് സിനിമകൾ വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലും പരാജയങ്ങളാണ്. അല്ലെങ്കിൽ രജനി ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളല്ല ഈ കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയ്ക്ക് ഇറങ്ങിയതിൽ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടെന്നുള്ള ഭൂരിപക്ഷം സിനിമകൾ. പിന്നെ രജനീകാന്ത് നമുക്കറിയാം എപ്പോഴും നിലപാടുകൾ തുറന്നു പറയുന്ന, പണ്ട് ജയലളിതയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ സമയത്തൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ജയലളിത ഇനി വീണ്ടും ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയണ, അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുക. ജയലളിത
ജയലളിതയ്ക്ക് പോകാൻ വേണ്ടി പോലീസ് അന്ന് വഴി തടഞ്ഞു കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു സിഗരറ്റും കത്തിച്ചിട്ട് ആ റോഡ് മുഴുവനും ബ്ലോക്ക് ആക്കി ഹീറോയിസം കാണിച്ചാണ് രജനീകാന്ത്. പക്ഷെ അങ്ങനെയുള്ള രജനീകാന്ത് ഇപ്പോ രജനീകാന്തിന്റെ തീരുമാനങ്ങളിൽ അതിപ്പോ സിനിമ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളായാൽ പോലും അല്ലെങ്കിൽ അതല്ലാത്ത പല അഭിപ്രായങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ രജനീകാന്ത് മറ്റുള്ള ആളുകളെ അവരുടെ എന്താ പറയുക ഒരു കൂടെ നിൽക്കുന്ന അത് രജനീകാന്തിന്റെ നിർമ്മാതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അവരെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ കോഹ്ലിയുടെ ലോഞ്ചിന്റെ സമയത്ത് ലോകേഷിന്റെ സിനിമകളെ കുറിച്ച് പറഞ്ഞപ്പോൾ രജനീകാന്ത് വിജയുടെ സിനിമകൾ അതായത് ലോകേഷ് ചെയ്ത വിജയുടെ മാസ്റ്ററും ലിയോനെയും പരാമർശിക്കാതിരുന്നു. അപ്പോ അത് രജനീകാന്ത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാക്ക കഴുകൻ എന്നൊക്കെ ഒരു കഥയൊക്കെ പറഞ്ഞ് അത് വിജയനെ ഉദ്ദേശിച്ചതാണ് എന്ന് ഒരു വിഭാഗം പറഞ്ഞു. പക്ഷെ രജനീകാന്തിന്റെ പിന്നീട് ഒരിക്കലും വിജയനെ അല്ല, വിജയൻ എനിക്ക് മകനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ രജനീകാന്തിനെ വിമർശിക്കുന്നതിന്റെ മറ്റൊരു കാരണം ഇപ്പൊ ശിവകാർത്തികേയന്റെ പരാശക്തി എന്ന് പറഞ്ഞ സിനിമയുടെ ലോഞ്ചിന്റെ സമയത്ത് ഇപ്പൊ നമ്മൾ തന്നെ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, പരാശക്തി DMK ശിവകാർത്തികനെ മുന്നിൽ നിർത്തി DMK അവരുടെ റെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരാശക്തി വിജയുടെ സിനിമയെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഒന്ന് ചവിട്ടിയടിക്കാൻ വേണ്ടി ജനനായകനെ ചവിട്ടിയടിക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ ഓഡിയോ ലോഞ്ചിന് പോലും ശിവകാർത്തികൻ വിജയനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് വിജയുടെ സിനിമ ഇറങ്ങുന്നു അതേ തൊട്ടടുത്ത ദിവസം തന്നെ ഒരേ സമയത്ത് ഇറങ്ങുന്നു. പക്ഷെ അതൊരിക്കലും അതായത് ഇൻഡയറക്ട്ലി ഒരു വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആണ് വിജയ് ഫാൻസിന്റെ വളരെയധികം അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് ശിവകാർത്തികൻ സംസാരിച്ചത്. പക്ഷെ രജനീകാന്ത് അങ്ങനെയല്ലായിരുന്നു കൂലിയുടെ കാര്യത്തിൽ സംസാരിച്ചത്. അപ്പൊ ഇപ്പൊ നിലപാടുകളെ കുറിച്ച് പറയുന്നത് ഇപ്പൊ സുന്ദർ സി എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഒഴിവാവേണ്ട ഒരു അവസ്ഥ വന്നത് അന്ന് രജനീകാന്ത് ഒന്ന് സ്റ്റാണായി നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സുന്ദർ സിക്ക് ഒഴിവാവേണ്ടി വരില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോ രജനീകാന്തിന്റെ ഈ പറയുന്ന നിലപാടുകൾ അദ്ദേഹം പ്രായമായപ്പോൾ അതിൽ നിലപാടുകൾ മാറുന്നുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. എന്തായാലും സിനിമകൾ വിജയിക്കട്ടെ. പറഞ്ഞ പോലെ ഏത് സിനിമ വിജയിച്ചു കഴിഞ്ഞാലും അതൊരു ഇൻഡസ്ട്രിക്ക് ഗുണമാണ്. ഇപ്പോ ഈ വരുന്ന പൊങ്കലിന് ജനനായകനും പരാശക്തിയും ആ ഒരു 2 സിനിമകളും ഈ പറയുന്ന ജനുവരി മാസം മുഴുവനും തിയേറ്ററിന്റെ സ്കോർ ചെയ്യാം. അവർക്ക് കളക്ട് ചെയ്താൽ അവർക്ക് ഒരു വലിയൊരു പുഷ് തന്നെയായിരിക്കും. അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നത്. കാരണം ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഫെസ്റ്റിവലിൽ പ്രേക്ഷകർ എല്ലാവരും ആ ഒരു 4 ദിവസം ഹോളിഡേയ്സിന് തിയേറ്ററിൽ വരും. അത് 2 സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷമുള്ള 2 ആഴ്ച നന്നായിട്ട് കളക്ട് ചെയ്യും. കാരണം ഇനിയൊരു ഫെസ്റ്റിവൽ വരുന്നത് ഏപ്രിലാണ്. ഒരു പുതുവർഷം എന്ന് പറയുന്നതാണ് ഇവർ തമിഴ്നാട്ടിലേക്ക് ഫെസ്റ്റിവൽ. നമുക്ക് വിഷു പോലെ അവർക്ക് അത് പുതുവർഷമാണ്. അപ്പോൾ ഈ ഒരു തുടക്കമാണ്, ഈ ഒരു വർഷത്തെ തുടക്കമാണ്. അപ്പൊ ഇത് തുടക്കമൊക്കെ ജനനായകൻ സ്കോർ ചെയ്യട്ടെ, പരാശക്തി സ്കോർ ചെയ്യട്ടെ. എന്തായാലും CV ചക്രവർത്തി ഡോൺ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിന്നും ഇനി ഒരുപാട് സഞ്ചരിച്ച് അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്ത് അദ്ദേഹം രജനീകാന്തിനെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു രജനീകാന്തിനെ എന്താ പറയുക ആ സിനിമയിലൂടെ കാണിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പോരാത്തന്നെ രജനീകാന്ത് അത് കഴിഞ്ഞിട്ട് അഭിനയം നിർത്തുകയാണെങ്കിൽ അത് നിർത്താൻ പോകുന്ന ഒരു സിനിമയും കൂടി അത് ഇനി ആരായിരിക്കും സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നമ്മളെല്ലാവരും സിനിമാ ലോകം മുഴുവനും രജനി ഫാൻസ് ഒക്കെ കാത്തിരിക്കുന്നത്. നമുക്ക് അതിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.